ബാലേട്ടാ. ആ ആ ഇരിക്കി. അല്ല, അറിഞ്ഞില്ലേ? എന്താ കാര്യം? ബാബുവിൻ്റെ മകനില്ലേ, അവന് ബൈക്ക് ആക്സിഡൻറ്റ് പറ്റി കൂടുതൽ പരിക്കുണ്ടെന്നാണ് അറിഞ്ഞത്. ഞാനിപ്പോൾ വഴിയിൽ നിന്ന് അറിഞ്ഞത്. നല്ല പരിക്കാണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. അല്ലെങ്കിൽ അവന് ഭയങ്കര സ്പീഡാ, റോഡ് മുഴുവൻ ഓൻ്റെന്ന് വിചാരം. ബൈക്ക് കയ്യിൽ കിട്ടിയാൽ പിള്ളേർക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. ആ ബാബുവിന് എന്നും കഷ്ടകാലം തന്നെയാണ്. ഓൻ്റെ അച്ഛൻ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ടേ ഉള്ളൂ. ഇതാ ബില്ല്. ഇതിൻ്റെ ഒരു കുറവും കൂടി അല്ലായിരുന്നു. ബാലേട്ടാ, സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. എല്ലാവരും പഴയ പോലെ അല്ല, മനുഷ്യൻ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം കരണ്ടിനല്ലേ പ്രവർത്തിക്കുന്നേ. നമ്മൾ വിചാരിച്ചാലും കുറയ്ക്കാൻ പറ്റും. എന്നാൽ ശരി, എനിക്ക് കുറച്ച് വീടോട് കയറാനുണ്ട്. ആ ശരി. ആര് വിചാരിച്ചാലും ഇതൊന്നും കുറയാൻ പോകുന്നില്ല. നമ്മളെന്തിനാ KCB കുറ്റം പറഞ്ഞ്? നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്കറിയില്ലേ. കാലം മാറിയ മാറ്റേ, നമ്മളും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതെവിടെ ചെന്ന് അവസാനിക്കുമോ എന്തോ. എനിക്ക് ടൗണിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. ബാലേട്ടാ, ഞാൻ ഇറങ്ങിയാണ്. ഏട്ടാ, ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങണം കേട്ടോ. പച്ചക്കറി കുറച്ച് വാങ്ങിയാൽ മതി, വെറുതെ വേസ്റ്റ് ആവേ ഉള്ളൂ. ആ ശരി. അച്ഛാ, വേഗം വരൂലേ? ശരി മോളെ. ഞാൻ കുറച്ച് പൈസ ഇട്ട് വന്നായിരുന്നു. അപ്പോഴാണ് ഇവരറിഞ്ഞത്. ഏയ്, സങ്കടപ്പെടല്ലേ. ഒരു കാര്യത്തിനെങ്കിലും ഈ പൈസ കൊള്ളണമെന്നോ പറഞ്ഞിന്, അങ്ങനെ ആയിപ്പോയല്ലോ. കാഴ്ചയിൽ കല്ലുപോൽ തോന്നാറുണ്ടെങ്കിലും അഴകുള്ള കവിതയാണെന്നും അച്ഛൻ.